ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 7 സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ടുള്ള ഷാനവാസിൻ്റെ കപ്പ് പോകാൻ കാരണം ആരാണെന്ന് അദ്ദേഹം വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് തന്നെ ആ ചങ്ക് ഇടറിക്കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അത് ഇനി ഓർക്കാൻ പോലും വയ്യ എന്നാണ് ആൾ പറയുന്നത്. ആ കാര്യം തന്നെ ഓർക്കാൻ വയ്യ. അതാരാണെന്ന് നമുക്ക് പറയാം. പിന്നെ ഇനി കപ്പ് നേടേണ്ടതും ആര് തന്നെയായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ കുറച്ച് പേരെക്കുറിച്ച് അദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തുക കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ജിസേലിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. കാരണം എനിക്ക് കേരളീയരുടെ മനസ്സറിയാം, പൾസ് അറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അതെനിക്ക് ഒരുപാട് നെഗറ്റീവായി ഭവിച്ചു. പക്ഷെ അപ്പോഴും കപ്പ് പോകാൻ കാരണം ജിസേലല്ല കേട്ടോ. നെഗറ്റീവായി വന്നു എന്നേ ഉള്ളൂ. കുറേ പേര് നെഗറ്റീവ് പറഞ്ഞു. അപ്പോഴും പോളിംഗ് വോട്ടിൽ കൂടുതലും ഷാനവാസിന് തന്നെയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. അന്നൊന്നും അനീഷോ അതുപോലെ നമ്മുടെ അനുമോളോ ഉയർന്നു വന്നിട്ടില്ല. ഷാനവാസായിരുന്നു ഹൈ ലെവൽ, ടോപ്പ് ലെവലുണ്ടായിരുന്നത്. അപ്പോൾ ജിസേലിൻ്റെ വസ്ത്രധാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പൾസ് അറിഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. പക്ഷേ ഹോമിൻ്റെ ഉള്ളിൽ തന്നെ, ആ ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പേരെന്നെ വിമർശിച്ചു. പക്ഷേ പുറത്ത് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ പുറത്ത് വിമർശനമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം ഞാൻ കുടുംബ പ്രേക്ഷകരെ മാത്രമേ നോക്കിയുള്ളൂ. സീരിയലിൽ ഒരുപാട് അഭിനയിച്ച ആളാണല്ലോ. കുടുംബ പ്രേക്ഷകരെ മാത്രമേ നോക്കിയുള്ളൂ. മറ്റ് ഈ 20 കിഡ്സിനൊന്നും നോക്കിയില്ല ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ദോഷമായി ഭവിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും എൻ്റെ കപ്പ് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കപ്പ് പോയത് ആരാണ്? ആദില നൂറ കൂട്ടുകെട്ടിൽ കൂടിയായിരുന്നു എനിക്ക് കപ്പ് പോയത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. കാരണം ഞാൻ ഇറങ്ങിയപ്പോൾ പലരും എന്നോട് പറഞ്ഞു, ഇക്കാൻ്റെ കപ്പ് പോകാൻ കാരണം അവരാണ്, ആദിലയാണ് ഏറ്റവും പ്രധാനി എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പിസോഡ് ഒന്നും ഞാൻ കണ്ടില്ല. ഭയങ്കര ഡെസ്പായിപ്പോയി. കണ്ടാൽ ഞാൻ കൂടുതൽ വിഷമിച്ചാലോ, അതുകൊണ്ട് തന്നെയാണ്. ഒരുപാട് പേര് എൻ്റെ ബന്ധക്കാരും എൻ്റെ സ്വന്തക്കാരും ഒക്കെ കൂടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്തിനാണ് അവർക്ക് പ്രൊട്ടക്ഷൻ നിന്നത് പക്ഷേ ഞങ്ങൾ പെൺകുട്ടി കാർഡ് എടുത്തതായിരുന്നില്ല. അതായത് എന്നെ ഒറ്റയ്ക്ക് ആക്രമിക്കാൻ വന്നത് അനീഷായിരുന്നു. അപ്പോൾ ഞാൻ അവനെ ഒറ്റയ്ക്ക് തന്നെ സോപ്പിട്ട് അവനെ അനുനയിപ്പിച്ചു. പക്ഷേ എന്നെ ഗ്രൂപ്പായി ആക്രമിക്കാൻ വന്നത് അക്ബറായിരുന്നു. അപ്പോൾ അക്ബറിൻ്റെ എതിരെ ഞാൻ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടുപിടിച്ചതായിരുന്നു ആദിലനെയും നൂറയും. അന്ന് ഞാൻ ഗെയിം പ്ലാനായിട്ട് കൂട്ടുപിടിച്ചതായിരുന്നു. അവർക്കും അക്ബറിൽ നിന്ന് അങ്ങനെ തന്നെ ഓരോരോ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ കൂട്ടുപിടിച്ചതാണ്. പക്ഷേ അത് പിന്നീട് എപ്പോഴൊക്കെയോ എൻ്റെ മക്കളുടെ സ്നേഹം എനിക്ക് വന്നുപോയി, അല്ലെങ്കിൽ എൻ്റെ ഒരു പെങ്ങന്മാരുടെ സ്നേഹം എനിക്ക് വന്നുപോയി. അത് തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് നെഗറ്റീവ്സ് ഞാൻ അടിച്ചു. എൻ്റെ കപ്പ് തന്നെ പോയി. എന്നെ ഒരുപാട് ആൾക്കാർ താഴെ തട്ടിലേക്ക് എടുത്തിട്ടു എന്ന് പറയുന്നുണ്ട്. കാരണം ഇവരെ എനിക്കെതിരെ മോർണിംഗ് ആക്ടിവിറ്റിയിലും അവിടെ ഇവിടെയൊക്കെ ചെന്നിരുന്ന് എനിക്കെതിരെ പല പരാമർശങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ ഞാനിത് അറിയുന്നില്ല. ഞാൻ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അപ്പോഴും നിൽക്കുകയായിരുന്നു. ശരിയാണ് കേട്ടോ. നൂറെ അതുപോലെ ഈ ഷാനവാസ് നന്നായിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്താലും നന്നായിട്ട് നൂറയല്ല അധികം ആതിര തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും അത് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഞാൻ ഒറ്റ എപ്പിസോഡും കണ്ടിട്ടില്ല. ഞങ്ങളെ തമാശകളുടെ എപ്പിസോഡ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നൂറ, അനീഷ്, സാബുമൻ ഇവരൊക്കെ ആയിട്ട് ഒരുപാട് തമാശകൾ ഉണ്ടായിട്ടുണ്ട്. ആ എപ്പിസോഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് അനീഷിനേക്കാൾ യോഗ്യത ഇല്ല അനുമോൾക്ക്. കാരണം കപ്പ് നേടാൻ യോഗ്യൻ അനീഷ് തന്നെയാണ്. അനുമോൾക്ക് അവിടെ യോഗ്യതയില്ല. സിമ്പത്തറ്റിക് വോട്ടാണ്. അവസാനത്തെ ഒരൊറ്റ വീക്ക് കൊണ്ട് സിമ്പത്തറ്റിക് വോട്ട് മറിഞ്ഞതാണ്. വേറെ എന്തൊക്കെയോ ടെക്നിക്കൽ പരമായിട്ട് എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട് എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ലാലേട്ടനെ കുറിച്ച് പറയുന്നുണ്ട്. ലാലേട്ടൻ ഞങ്ങളെ ശകാരിക്കാറുണ്ട്, ചീത്ത പറയാറുണ്ട്. പക്ഷേ ഇത് മാത്രമൊന്നുമല്ല കേട്ടാ, എനിക്കൊരു ഉമ്മയും കൂടി തന്നിട്ടാണ് എന്നെ അവിടെ നിന്ന് വിട്ടത്. അപ്പോൾ ഞാൻ ലൊക്കേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ലാലേട്ടനെ അങ്ങനെ നോക്കി അകലെ നിന്ന് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. പക്ഷെ ആ ലാലേട്ടൻ നിന്നിട്ട് തന്നെ ഞങ്ങളെ ചീത്ത പറയുകയും വഴക്ക് പറയുകയും തൊട്ടടുത്ത് നിന്ന് ഞങ്ങളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തപ്പോൾ എനിക്ക് അത്രയും സന്തോഷം വന്നു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, അഗ്രഷൻ വരുമ്പോൾ ഈ നെഞ്ചു ഉയർത്തി ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അപ്പോൾ താങ്കളുടെ ആരോഗ്യസ്ഥിതി ഇത്രയും മോശമായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നെഞ്ചു ഉയർത്തി ഇങ്ങനെ ഇടിക്കാൻ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ തനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഇത്രയും അൺഫിറ്റായിട്ട് ആളെ എന്തിനാണ് ഇത്രയും വലിയ ടാസ്കുകൾക്ക് വേണ്ടി വിട്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് ഈ നമ്മുടെ ഷാനവാസ് പറയുന്നതാണ്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എന്തും ചെയ്യാം, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യാണ്ട് നീങ്ങി നിന്നിട്ടുണ്ട്. പിന്നെ ലൈഫിൽ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കണ്ടേ, എന്നാലല്ലേ എനിക്കത് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിൽ വന്നതെന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ ചോദിക്കുന്നുണ്ട് ആദില നൂറയെ കുറിച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ മലബാർ ഗോൾഡ് ഉടമ ഫൈസൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നില്ല, അതിനെക്കുറിച്ച് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാനത് അറിഞ്ഞിരുന്നില്ല. ഞാനിപ്പോൾ ഈ സ്റ്റാർ സിംഗറിൻ്റെ സീസൺ ഞങ്ങളുടെ ഇതിന് ലോഡിങ്ങിന് വേണ്ടി പോയപ്പോഴാണ് ഈ സംഭവം നൂറ് എന്നോട് ഇത് പറയുന്നത്. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഇത് കേട്ടിട്ട്. ഒന്നല്ലെങ്കിൽ ഫൈസലിക്ക് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതൊരു ഇവർ അതിഥികളാണല്ലോ, അതിഥികളെ വിളിച്ച് വരുത്തിയിട്ട് ഇതേപോലെ വിഷമമാക്കാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇട്ട പോസ്റ്റ് അവിടെ തന്നെ കിടക്കട്ടെ, നട്ടലോട് കൂടി നിൽക്കണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് രണ്ടും ചെയ്ത് തെറ്റായിപ്പോയി എന്ന് ഷാനവാസ് വ്യക്തമായി പറയുന്നുണ്ട്. ഷാനവാസിക്ക് ഇപ്പോഴും അവരൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പോഴും പറയുന്നത്. അല്ലെങ്കിൽ അവർക്കത് നന്നായുള്ളൂ എന്നല്ല വിചാരിക്കുക. എൻ്റെ കപ്പ് പോലും പോവാൻ കാരണക്കാരി ഈ ആദില ഭയങ്കര അസൂയയും കുശുമ്പും എന്താ പറയുക, ഒരു മാതിരി സ്വഭാവമാണ് ആ ആദിലയുടെ. അതുകൊണ്ട് തന്നെയാണ് ഷാനവാസിന് കപ്പ് നഷ്ടപ്പെട്ടത്. അത് ശരിയാണ്, അദ്ദേഹം കരഞ്ഞതിനും കാരണം